നീതിമാനായ ഒരു പൊതുമരാമത്ത് മന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് ശ്രീ ജി സുധാകരനാണ്. കൃത്യമാണ്. ഞാനിത് ഇവിടെ വെച്ച് അദ്ദേഹത്തെ വേദിയിലിരുത്തി പറയുന്നതല്ല, അദ്ദേഹം മന്ത്രിയായപ്പോൾ തന്നെ പരസ്യമായി പറഞ്ഞ കാര്യമാണ്. ശരിക്കും അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ ജി സുധാകരനും ശ്രീ ദിവാകരനുമാണ്. രണ്ടുപേരോടും ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നോക്കിക്കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എല്ലാവരും. ഞാൻ നിയമസഭയിൽ അവർ രണ്ടുപേരും മന്ത്രിമാരായിരുന്നപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ഒരുപാട് വിമർശനങ്ങൾ മന്ത്രിസഭയ്ക്ക് നേരെ, മന്ത്രിമാർക്ക് നേരെ, ഭരണകൂടങ്ങൾക്ക് നേരെ വർഷിച്ചപ്പോഴും ഒരു വാക്കുപോലും ഈ രണ്ടുപേരെ കുറിച്ചും പറയേണ്ട ഒരു അവസരം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. അവരതിനുള്ള അവസരം ആ 5 വർഷക്കാലം ഒരിക്കൽ പോലും, സുധാകരൻ കൂടുതൽ വർഷം ഇരുന്നിട്ടുണ്ട്, ഒരിക്കൽ പോലും തന്നിട്ടില്ല. ഇന്നും ഞങ്ങൾ പറയും, പൊതുമരാമത്ത് വകുപ്പിൽ ഇന്നും പരാതി അസംബ്ലിയിൽ ഉയർന്നു. പല കാരണങ്ങൾ, പൊതുമരാമത്ത് വകുപ്പ് മാത്രമല്ല, പല വകുപ്പുകളിലെയും പക്ഷാഭേദത്തെക്കുറിച്ച്. പക്ഷേ ഞാൻ എപ്പോഴും പറയും, നീതിമാനായ ഒരു പൊതുമരാമത്ത് മന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് ശ്രീ ജി സുധാകരനാണ്. കൃത്യമാണ്. ഞാനിത് ഇവിടെ വെച്ച് അദ്ദേഹത്തെ വേദിയിലിരുത്തി പറയുന്നതല്ല, അദ്ദേഹം മന്ത്രിയായപ്പോൾ തന്നെ പരസ്യമായി പറഞ്ഞ കാര്യമാണ്. അതുപോലെ നിയമസഭയിൽ ഞങ്ങൾക്കെല്ലാം ഉപദേശങ്ങൾ നൽകുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ് അന്നും ഇന്നും ശ്രീ ദിവാകരൻ.